വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടത്തിലോട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഇതൊരു പ്ലാൻഡ് ട്രിപ്പൊന്നുമല്ല. ആക്ച്വലി എങ്ങോട്ടെങ്കിലും പോകണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ എങ്ങോട്ട് പോകണമെന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ ആദ്യം പൊന്മുടി പോകാമെന്നൊക്കെ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് തപ്പിയ സമയത്ത് മനസ്സിലായി പൊന്മുടി ക്ലോസ്ഡ് ആണ്, മഴ കാരണം പൊന്മുടി അടച്ചിട്ടിരിക്കുവാണ്. അങ്ങനെ തപ്പി കണ്ടുപിടിച്ചൊരു സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട്. ആൻഡ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് മങ്കയം വെള്ളച്ചാട്ടത്തിലോട്ടാണ്. പിന്നെ മഴ സമയത്ത് കാണാൻ ഏറ്റവും ഭംഗിയുള്ള സാധനങ്ങളിലൊന്നും വെള്ളച്ചാട്ടമാണല്ലോ. അങ്ങനെ ഞാൻ സുജിത്തൂടി വണ്ടി എടുത്ത് നേരെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ഞാൻ വീഡിയോയിൽ ആടാക്കുന്നില്ല. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ജസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങൾ, ഒരുപാട് ആൾക്കാർ, ഒരുപാട് വണ്ടി. എനിക്കെന്തോ അതിനകത്ത് വലിയ ക്രൈസ് ഒന്നും തോന്നിയില്ല. പക്ഷേ ഈ ഒരു റോഡും ഈ ഒരു ആംബിയൻസും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കാരണം രണ്ട് സൈഡും കാട്, അതിന് നടുക്കൂടെ ഒരു കുഞ്ഞു റോഡ്. ഈ ഒരു റോഡിലൊക്കെ വണ്ടി ഓടിക്കുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്ലോ സ്പീഡിൽ ഇങ്ങനെ ക്രൂസ് ചെയ്ത് ഓടിക്കണം, കണ്ട് ഓടിക്കേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ അത്യാവശ്യം ത്രോട്ടിൽ കൊടുത്ത് ഇങ്ങനെ ബ്രൂട്ടലായിട്ട് ഓടിച്ച് പോയി കഴിഞ്ഞാൽ ഇതിന് പേര് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മൾ പാസ് എടുക്കേണ്ട സ്ഥലത്തെത്തിയപ്പോഴാണ് കുഞ്ഞൊരു പണി കിട്ടിയെന്ന് മനസ്സിലായത്. സംഭവം വേറൊന്നുമല്ല, ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അതായത് ആമസോൺ പേ, ഗൂഗിൾ പേ അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ കാർഡ് മാത്രമേ എടുക്കത്തുള്ളൂ. ആക്ച്വലി ഞാൻ തുച്ഛത്തും കാർഡ് എടുത്തിട്ടില്ല. പിന്നെ പേ ചെയ്യാമെന്ന് വെച്ച് ഫോൺ എടുത്ത ടൈമിൽ മനസ്സിലായി ഇങ്ങോട്ട് എയർടെലിന് റേഞ്ചേ ഇല്ല. ഫോൺ ഇങ്ങനെ മരിച്ചു കിടക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഷോക്കായി. കാര്യം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇത്രയും ദൂരം വന്നിട്ട് തിരിച്ചു പോകണോ വെയിറ്റ് ചെയ്യണോ ഒന്നും അറിയാൻ പാടില്ല. അങ്ങനെ അവിടെ നിന്ന സമയത്ത് മാലാകെ പോലെ ഒരാൾ വരുമെന്ന് പറയുമല്ല, അതുപോലെ ഒരു ഡ്രൈവർ അങ്കിൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത്, അങ്കിൾ നമുക്ക് വേണ്ടി പേ ചെയ്ത് ആ ക്യാഷ് നമ്മൾ അങ്കിളുടെ കൈ കൊടുത്തിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്ത് ഫസ്റ്റത്തെ ഒരു വളവ് കഴിഞ്ഞപ്പോൾ തന്നെ റോഡിൻ്റെ ആംബിയൻസ് അടിമുടി മാറിപ്പോയി. ഇതുവരെ കണ്ട റോഡല്ല, റോഡ് ഭയങ്കര കുഞ്ഞായി. ഈ റോഡിൻ്റെ വീതി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു KSRTC ബസ്സിന് റോഡ് നിറഞ്ഞു പോകാൻ പറ്റും, അത്രയൊക്കെ തന്നെ വീതിയുള്ളൂ. നമ്മൾ ഈ ഒരു റോഡിൽ കൂടെ കുറച്ച് ടൈമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. പക്ഷേ നല്ല രസമുണ്ട്, കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കാട് ആംബിയൻസ് കൂടെ വണ്ടി ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്. സുജിത്ത് അവിടെ ഒരു കിടിലൻ സ്പോട്ട് കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സുജിത്തൂടി വണ്ടി തിരിച്ച് നേരെ അങ്ങോട്ട്. ആൻഡ് ഇതാണ് ആ ഒരു സ്പോട്ട്. ഒറ്റ നോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു വാട്ടർ ക്രോസിങ് തോന്നുള്ളൂ. വണ്ടി വാട്ടർ ക്രോസ് ചെയ്ത് അപ്പുറത്ത് കൊണ്ടുപോകാനും പറ്റും, പക്ഷേ അതിനപ്പുറത്ത് എന്താണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും അവിടെ കാടാവാനാണ് സാധ്യത. പിന്നെ നമ്മുടെ വണ്ടി വെള്ളത്തിൽ ഇറക്കുന്നില്ല. പിന്നെ നമ്മളും വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. കാര്യം ഞാനും അവന് ഷൂസായിട്ടിരിക്കണം, അത് നനച്ച് കുളമാക്കാൻ വയ്യ. ആൻഡ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. ഇവിടെ ഈ ഒരു വെള്ളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിന് വേണമെങ്കിൽ ഒരു കാട്ടരുവിനൊക്കെ വിളിക്കുക. എന്തായാലും നല്ല വൃത്തിയുണ്ട്. ഇവിടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നുമില്ല. ഒരുപക്ഷേ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പുഴകളും അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു തോടൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിലായിരുന്നെങ്കിൽ ഇത്രയും നീറ്റായിട്ട് കിടക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ടിട്ട് അത് കൊളാക്കുന്നു. എന്തായാലും ഇതിന് നല്ല ഭംഗിയുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. ഈ ഒരു പാറകളും ഇപ്പോൾ ഈ പ്രകൃതി എന്ന് പറയുമ്പോൾ ഭയങ്കര കിടില സാധനമാണ്. കാര്യം അത് ഇറഗുലറായിട്ട് അടുക്കി വെച്ചാലും കാണാൻ ഒരു രക്ഷ ഉണ്ടാവില്ല, ഭയങ്കര ഭംഗിയായിരിക്കും. പക്ഷേ നമ്മൾ എങ്ങനെയൊക്കെ അടിക്കാലും അത് കുറേ വർക്ക് ചെയ്ത് പണ്ടാറണങ്ങിയാൽ അതിനൊരു ബ്യൂട്ടി വരത്തുള്ളൂ. പക്ഷേ പ്രകൃതി നോക്കിയാണ് ചുമ്മാ എടുത്തിട്ടാലും അത് കാണാൻ നല്ല രസമാണ്. അതിന് നമ്മൾ കുറച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അപ്പോഴത്തേക്ക് ഒരു ആൻറ്റി എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ആനുള്ള സ്ഥലമാണ്, നിങ്ങൾ വണ്ടി എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞ്. പക്ഷേ ആ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് എന്തുവാണ്, ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞു. ഒരുമാതിരി ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അധികാരം കാണിക്കുകയോ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് വന്ന് സിമ്പിളായിട്ട് പറഞ്ഞു ഇവിടെ ആനുള്ള സ്ഥലമാണ്, വണ്ടി വെച്ച് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, വണ്ടി എടുത്ത് പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് ഓൾമോസ്റ്റ് ഒരു 150 മീറ്റർ വണ്ടി ഓടിച്ചപ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ട വഴിയെത്തി. ആൻഡ് നമ്മളിവിടെ വണ്ടി വെച്ചിട്ട് ഇനി വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നാണ് പോകാനുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു പാസ് ഇവിടെ കാണിക്കണം. ആ പാസ് കാണിച്ചെങ്കിൽ മാത്രമേ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് കയറ്റി വിടത്തുള്ളൂ. അങ്ങനെ നമ്മൾ ആ ഒരു പാസ് കാണിച്ചിട്ട് നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു. ആൻഡ് ഈ ഒരു വഴിയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു വഴി, കുറേ പാറയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊന്ന് മുകളിലേക്ക് നടന്നെത്തിയപ്പോൾ തന്നെ ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ഒരു സൈഡിൽ ഫുള്ള് കമ്പി വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ആയിട്ട് കുറച്ച് കോൺക്രീറ്റ് പടികളും ഉണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് നടന്ന് മുകളിലേക്ക് എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം വെള്ളച്ചാട്ടത്തിന് നല്ല സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായി നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയെന്ന് മനസ്സിലായി. ആൻഡ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോഴത്തേക്കും നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാൻ പറ്റി. പക്ഷേ ആ ഒരു വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ പറ്റണത്. മരങ്ങൾക്കിടയിൽ കൂടെ വെള്ളച്ചാട്ടം കാണാൻ പറ്റും, പക്ഷേ നല്ല ഭംഗിയുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് താഴേക്ക് നടന്നു വന്ന് ഇവിടെ വെച്ചാണ് ഈ വെള്ളച്ചാട്ടമായിട്ട് ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത്. ആൻഡ് നമ്മളിപ്പോൾ നിൽക്കുന്ന വഴിയുടെ ഒരു സൈഡിൽ മൊത്തം വലിയ പാറകളാണ്, ആൻഡ് ഇപ്പോൾ സൈഡിൽ വെള്ളച്ചാട്ടവും. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് 2 വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ഈ കാണുന്ന ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം, ആൻഡ് രണ്ടാമത്തേന്ന് പറയുമ്പോൾ ഈ താഴെ കാണുന്ന വലിയ വെള്ളച്ചാട്ടം. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ഇവിടെ നല്ല രീതിയിൽ പ്രഷർ അടിക്കുന്നുണ്ട്. നിങ്ങളൊരു 20 to 25 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് എപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മുടി നല്ല രീതിയിൽ നനയും, അതിലൊരു സംശയം വേണ്ട. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് പയ്യെ മുകളിലേക്ക് നടന്ന് മുകളിലൊരു വെള്ളച്ചാട്ടമുണ്ട്, അത് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ നടന്ന വെള്ളച്ചാട്ടത്തിലെത്തി. ആൻഡ് നമ്മൾ നടന്നു ആ ഒരു വഴി ഇവിടെ തീരുവാണ്. അങ്ങനെയാണെങ്കിൽ ഡെഡ് തന്നെ വിളിക്കാം. പിന്നെ ഈ ഒരു വെള്ളച്ചാട്ടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കണ്ട് 2 വെള്ളച്ചാട്ടത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല ഹൈറ്റുണ്ട്. ആൻഡ് ഇതിൻ്റെ ബ്യൂട്ടിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു വെള്ളച്ചാട്ടം.
ആൻഡ് നമ്മൾ കുറേ സമയം അത് നോക്കി അങ്ങനെ നിന്ന്. ഇവിടെ ഒരു കുഞ്ഞ് പാറയുണ്ട്, അതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. ആ ഒരു കമ്പിയും കാര്യങ്ങളൊന്നും ഫ്രെയിമിൽ വരാതെ കുറേ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. കുറച്ച് സമയം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്ന ടൈമിൽ അത്യാവശ്യം നല്ല മഴക്കോട് വന്ന് അങ്ങനെ നമ്മൾ അവിടെ നേരെ വണ്ടിയുടെ അടുത്തേക്ക് നടന്ന് അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ കണ്ട ആ വെള്ളച്ചാട്ടം തിരിച്ചു വരുമ്പോഴും കാണാൻ പറ്റും. പക്ഷേ ഹൈറ്റ് കൂടിയോണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു വ്യൂ കംപ്ലീറ്റ്ലി മാറിപ്പോയി, വേറൊരു സ്ഥലമാണെന്ന് തോന്നിപ്പോവും. അങ്ങനെ നമ്മൾ നടന്ന് വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു കൂടാരമുണ്ട്. നമ്മൾ ഇതിനകത്ത് കയറി കുറച്ച് സമയം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന ടൈമിൽ റോഡിൻ്റെ അപ്പുറ സൈഡ് ഒരു കൂടാരമുണ്ട്. അവിടെ കുറച്ച് പേര് സൈഡിലോട്ട് എന്തോ പോയി നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി അവിടെ എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മളും പോയി നോക്കി. ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ നമ്മൾ കണ്ടതെന്ന് പറയുമ്പം കുറച്ച് മുന്നേ മുകളിൽ ആ വെള്ളച്ചാട്ടത്തിൽ ഒരുമാതിരി ഭീകരമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന വെള്ളം ഇവിടെ ശാന്തമായിട്ട് ഒഴുകുന്ന കാണാൻ പറ്റും. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു പീസ്ഫുൾ ആംബിയൻസ് ആണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. ആൻഡ് ഇവിടെ ഒരു വലിയ മരമുണ്ട്. ഇതിനെന്തായാലും കുറേ വർഷത്തെ പഴക്കമുണ്ട്. ഒരു പക്ഷേ കുഞ്ഞിൽ നമ്മൾ കാർട്ടൂൺ കാണുന്ന ടൈമിൽ മരങ്ങൾ നമ്മുടെ അടുത്തൊന്ന് സ്റ്റോറി പറയും, അല്ലാന്നുണ്ടെങ്കിൽ മരം നമ്മളോട് സംസാരിക്കും. അങ്ങനെ ഒരു പക്ഷേ ഈ മരത്തിന് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തിനെ പറ്റി ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഈ മരത്തിനായിരിക്കും. അതിലൊരു സംശയം വേണ്ട. കുറച്ച് സമയം നമ്മൾ അത് നോക്കി അങ്ങനെ അവിടെ നിന്ന് എന്നിട്ട് നമ്മൾ നേരെ വണ്ടിയുടെ അടുത്ത് പോയി. വണ്ടിയെടുത്ത് നമ്മൾ ഇനി വീട്ടിലേക്ക് പോകാൻ പോവാണ്. ആൻഡ് ഈ ഒരു വീഡിയോ ഇവിടെ തീരുവാണ്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് എപ്പോഴേലും കാണാം. അതുവരെ ഗുഡ് ബൈ.